ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ അല്ലെങ്കിൽ OSA എന്ന് പറയും. ഇത് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ്. രാത്രിയൊക്കെ ഉറക്കത്തുനിന്ന് ഇങ്ങനെ എണീപ്പിക്കാം നമ്മളെ. ഇമ്പോർട്ടൻസിനെ പറ്റി പറയുകയാണെങ്കിൽ 5 എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി ആണുങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു കൊളാപ്സ് വരികയാണ്, ശ്വാസം കിട്ടൂല. ഇത് ഈ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം പോവുക, ശ്വാസം കിട്ടുക, ശ്വാസം പോവുക, ശ്വാസം കിട്ടുക, അങ്ങനെ ഒരു സൈക്കിളിലോട്ട് നമ്മളെ നയിക്കും. ഇത് മോസ്റ്റ്ലി എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൽ REM ഫേസിലാണ് കാണുന്നത്. പിന്നെ ഇത് പല കാരണങ്ങൾ കൊണ്ട് വരും. ചില ആൾക്കാരെ നാവ് കണ്ടില്ല, വലിയ നാവേക്കാരം, അതിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. പിന്നെ ചുണ്ട് ഉള്ളിലേക്ക് പോയി നിൽക്കുന്ന ആൾക്കാരിലൊക്കെ മോർ ഓഫ് ഇങ്ങനത്തെ ഒബ്സ്ട്രക്ഷൻ വരെയുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നല്ല തടി, അത് ഭയങ്കര ഒരു ഫാക്ടറാണ്. അത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ വയസ്സാണ്. അതും വയസ്സായ ആൾക്കാരിലാണ് മോസ്റ്റ്ലി ഇത് കാണുന്നത്. പിന്നെ ഏഷ്യൻ ആയിട്ടുള്ള ആൾക്കാരിൽ ഇത് കാണാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ തൈറോയിഡ് അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ കൂടുന്ന ആൾക്കാരിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്വീപ്പാക്കുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഇത് വല്ല പ്രശ്നം ഉണ്ടാക്കും. ഹൈപ്പർ ആക്ടിവിറ്റി, ഭയങ്കര ക്ഷീണം, കോൺസെൻട്രേഷൻ കിട്ടില്ല, രാവിലെ തന്നെ തലവേദന, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ വലിയ ആൾക്കാരിൽ കണ്ടില്ല, ഇങ്ങനെ ബെൽറ്റൊന്നും ഇടാൻ കഴിയൂല. അത് തടി കൊണ്ടാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരിലാണ് ഇതിന് കൂടുതൽ ചാൻസ്. അങ്ങനത്തെ ആൾക്കാർക്ക് തന്നെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഏട്രിയൽ ഫിബ്രിലേഷൻ, അങ്ങനത്തെ പല കാരണങ്ങളും ഉണ്ടാവും. പിന്നെ ഇതുകൊണ്ട് തന്നെ ഉറക്കം ശരിയാവാതെ വണ്ടി ഇരിക്കുന്നത് ഭയങ്കര സ്വാഭാവികമായിട്ട് കാണുന്ന സംഭവമാണ്. പിന്നെ ഡിപ്രഷൻ, മൂഡിന് പ്രശ്നം, നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പോളിസോംനോഗ്രഫിയാണ് ഇതിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്താ വെച്ചാൽ ഒരാളെ നേരെ കിടത്തുക, നന്നാക്കിയിട്ട് ഉറക്കുക, എന്നിട്ട് നമ്മൾ ഉറക്കത്തിൽ എത്ര സമയം നെറ്റ് ഉണരുന്നുണ്ടെന്ന് നോക്കും. അതിൻ്റെ ഫ്രീക്വൻസി AHI എന്നാണ് പറയുക. അത് എബവ് 15 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ. ട്രീറ്റ്മെൻറ്റ് നമ്മൾ മെയിൻലി പോസിറ്റീവ് പ്രഷർ വെൻറ്റിലേഷനാണ് കൊടുക്കുക. അതെന്തു വെച്ചാൽ ആ ഒരു പോസിറ്റീവ് പ്രഷർ വെൻറ്റിലേഷൻ കൊടുക്കുന്ന സമയത്ത്, കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഫാരിഞ്ചിയൽ വാൾ എപ്പോഴും ഓപ്പൺ ആയിരിക്കും രാത്രി. ഇതൊന്നും പറ്റാത്ത ആൾക്കാർക്കൊക്കെ പിന്നെ തൈറോയിഡ് സർജറിയോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. എന്തായാലും ദാറ്റ്സ് ഓൾ അബൌട്ട് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ. സോ കീപ് വാച്ചിങ് ഫോർ ദ നെക്സ്റ്റ്